സൂറിക്കിലേക്കുള്ളൊരു ട്രെയിനിലാണ്. വെളുപ്പിനെ 5:30 ഇന്റർലാക്കിനിൽ നിന്ന് ഈ ട്രെയിൻ പുറപ്പെട്ടത്. ഏകദേശം ഒരു 2 മണിക്കൂറോളം ഉണ്ടാവും ഈ ട്രെയിനിലെ യാത്ര. ട്രെയിൻ സൂറിക്കിലേക്കാണ്, പക്ഷേ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം സൂറിക്കല്ല. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഒരു പുതിയ രാജ്യത്തേക്കാണ് ഈ യാത്ര. സ്വിറ്റ്സർലൻഡുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്ന് ജർമ്മനി. ജർമ്മനിയിലെ മ്യൂണിക്കിലേക്കാണ് നമ്മൾ ഈ പോകുന്നത്. 7:30 സൂറിക് സ്റ്റേഷനിലെത്തി. ഇനി മ്യൂണിക്കിലേക്ക് പോകാനായിട്ട് ഒരു ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. രാവിലെ 9 മണിക്കാണ് ഈ ബസ്. അതുവരെ സ്റ്റേഷനിൽ തന്നെ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ സ്റ്റേഷൻ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലെത്തി ഞങ്ങളുടെ ബസ് കണ്ടുപിടിച്ചു. ഫ്ലിക്സ് ബസ് എന്നാണ് ഈ ബസ് കമ്പനിയുടെ പേര്. യൂറോപ്പിലുടനീളം സർവീസുള്ള ഒരു ലോ കോസ്റ്റ് കാരിയറാണ് ഫ്ലിക്സ് ബസ്. ബഡ്ജറ്റ് ബാക്ക് പാക്കിംഗ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ ഈ ഫ്ലിക്സ് ബസ് നല്ലൊരു ഓപ്ഷനാണ്. ഇതൊരു ഡബിൾ ഡെക്കർ കോച്ചാണ്. മുകളിലത്തെ നിലയിൽ തന്നെ ഞങ്ങൾ സീറ്റ് പിടിച്ചു. അഡീഷണൽ ചാർജസ് കൊടുത്ത് സീറ്റ് നേരത്തെ തന്നെ റിസർവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ചെയ്തിട്ടില്ലെങ്കിൽ അൺറിസർവ്ഡ് ആയിട്ടുള്ള സീറ്റുകളിലും ഇരിക്കാം. ഇങ്ങനെ ഡ്യൂറേഷൻ കുറഞ്ഞ യാത്രകൾക്കാണെങ്കിൽ റിസർവ് ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ റിസർവ് ചെയ്യാതെ കയറിയൊരു ട്രിപ്പിൽ ഞങ്ങൾക്ക് നല്ലൊരു പണി കിട്ടിയിരുന്നു. ആ കഥ ഇനി വരുന്നൊരു എപ്പിസോഡിൽ പറയാം. ഈ ബസ്സിൽ നമുക്കിനി ഒരു 4 മണിക്കൂർ യാത്രയുണ്ട്. പോകുന്ന വഴിയൊക്കെ നല്ല മനോഹരമായ കാഴ്ചകളാണ്. കൂടുതലും ഇങ്ങനെ വിശാലമായ പുൽമേടുകൾ. ഇവിടുത്തെ റോഡിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഒരു ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ കംഫർട്ട്. ഒട്ടും ക്ഷീണം തോന്നില്ല. അങ്ങനെ മ്യൂണിക്ക് എത്തി. മ്യൂണിക് സെൻട്രൽ ബസ് സ്റ്റേഷനിൽ ഇറങ്ങി ലഗേജൊക്കെ ലോക്കറിൽ വെച്ചിട്ട് കറങ്ങാൻ പോകാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ ഈ ബസ് സ്റ്റേഷനിലെ ലോക്കർ എല്ലാം ഒക്യുപ്പൈഡ് ആയിരുന്നു. മ്യൂണിക് റെയിൽവേ സ്റ്റേഷൻ എവിടെയെന്ന് ഇവിടെയുള്ള 2-3 പേരെടുത്ത് ചോദിച്ചപ്പോൾ തൊട്ടടുത്തുള്ളൊരു സ്റ്റേഷനിലേക്കാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. നോക്കിയപ്പോൾ അതിനാണെങ്കിൽ ഒരു മെയിൻ സ്റ്റേഷൻ്റെ ഗുമ്മൊന്നുമില്ല. എന്തായാലും അവിടേക്ക് ചെന്നു. മാപ്പ് തപ്പി നോക്കിയപ്പോൾ മനസ്സിലായി ഇതിൻ്റെ തൊട്ടടുത്ത സ്റ്റേഷനാണ് ഞങ്ങൾ നോക്കുന്ന മ്യൂണിക് റെയിൽവേ സ്റ്റേഷൻ. മ്യൂണിക് ഹോഫ്റ്റ് ബാൻഹോഫ്. അവിടെ പോയി ലഗേജ് വെക്കണം. അപ്പം അടുത്ത പരിപാടി ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ്. യൂറോപ്പിലെ ഒരുമാതിരി എല്ലാ മെയിൻ സിറ്റികളിലും ഡേ ടിക്കറ്റ് എന്ന സംവിധാനമുണ്ട്. ഒരു ദിവസത്തേക്ക് സിറ്റിയിലും പിന്നെ അതിൻ്റെ ചില സറൗണ്ടിങ് ഏരിയാസിലും ബസ്, ട്രെയിൻ, മെട്രോ, ട്രാം എന്നിങ്ങനെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യാം. ഇവിടെ ഞങ്ങളൊരു Airbnb ആണ് ബുക്ക് ചെയ്തത്. സിറ്റിക്ക് കുറച്ച് പുറത്തായിട്ടാണ് ആ സ്ഥലം. ഡേ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് പോവേണ്ട സ്ഥലം ഏത് സോണിലാണെന്ന് മനസ്സിലാക്കി വേണം ടിക്കറ്റ് എടുക്കാൻ. അവിടെ കൊടുത്തിട്ടുള്ള മാപ്പിൽ നോക്കിയപ്പോൾ ചെറിയൊരു കൺഫ്യൂഷനായി. ഇവിടെ ഭാഷ വലിയൊരു പ്രശ്നമാണ്. ഒരൊറ്റ എണ്ണത്തിന് ഇംഗ്ലീഷ് അറിയില്ല. അറിയാവുന്ന ഒരാളോട് ചോദിച്ചപ്പോൾ മനസ്സിലായി അവർ അതിലും വലിയ കൺഫ്യൂഷനിലാണെന്ന്. പിന്നെ Airbnb ഹോസ്റ്റുമായിട്ട് ചാറ്റ് ചെയ്താണ് ഡൗട്ട് ക്ലിയർ ചെയ്തത്. അങ്ങനെ ഒരു ട്രെയിൻ കയറി മ്യൂണിക് സ്റ്റേഷനിലെത്തി. അപ്പോൾ അടുത്ത പ്രശ്നം, അവിടെയും ഒരൊറ്റ ലോക്കറും ഒഴിവില്ല. ആകെ പുലിവാലായി. അവസാനം തീരുമാനിച്ചു ബുക്ക് ചെയ്ത ഹോം സ്റ്റേയിലേക്ക് തന്നെ പോവാം.
ഈ മൽപ്പിടുത്തമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആകെ ക്ഷീണമായി. ഒരു 3 മണിക്കൂറും പോയി കിട്ടി. ട്രെയിനിൽ ഒരു അരമണിക്കൂർ യാത്രയുണ്ട് ഞങ്ങളുടെ ഹോം സ്റ്റേയിലേക്ക്. നല്ല മനോഹരമായിട്ടുള്ളൊരു കൺട്രി സൈഡാണ്. ഫേസ്റ്റൺ ഫെൽബ്രൂക്ക്, അതാണ് സ്റ്റേഷന്റെ പേര്. ഇത് പഠിച്ചെടുക്കാൻ 3 ദിവസം എടുത്തു. ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. സിറ്റിയുടെ ഒച്ചപ്പാടും ബഹളങ്ങളൊന്നും ഇല്ലാത്ത കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്ഥലത്തെത്തി. 2 നിലയുള്ള നല്ല ഭംഗിയുള്ളൊരു വീട്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അമ്മൂമ്മയും അപ്പൂപ്പനുമാണ് ഇവിടെ ഞങ്ങളുടെ ഹോസ്റ്റ്. അവർ താഴത്തെ നിലയിലാണ് താമസം. മുകളിലാണ് ഞങ്ങളുടെ മുറി. നല്ല വൃത്തിയുള്ള ഒരു കൊച്ചുമുറി. ആ ബെഡ് കണ്ടപ്പോൾ കയറിക്കിടന്നൊന്ന് ഉറങ്ങിയാൽ കൊള്ളാമെന്ന് തോന്നിയിരുന്നു. പക്ഷെ നമുക്ക് സമയം പാഴാക്കാനില്ല. കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് നേരെ ഊരു ചുറ്റാൻ ഇറങ്ങി. ഇപ്പം സമയം ഏകദേശം 4 മണിയായി. ഡേ ലൈറ്റ് പോകുന്നതിന് മുന്നേ മ്യൂണിക്കിൻ്റെ ഓൾഡ് ടൗൺ സ്ക്വയറിലെത്തണം. ഒരു 5 മണിയോടെ തന്നെ എത്തുകയും ചെയ്തു. മരിയൻ പ്ലാറ്റ്സ്, അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഏകദേശം 900 വർഷങ്ങൾക്ക് മുന്നേ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു സ്ക്വയറാണിത്. മ്യൂണിക്കിലെ പ്രധാനപ്പെട്ട എല്ലാ സ്ട്രീറ്റ്സും വന്ന് ചേരുന്നത് ഇവിടേക്കാണ്. സ്ക്വയറിൻ്റെ നടുക്ക് നല്ല ഉയരമുള്ളൊരു തൂണിൻ്റെ മുകളിലായിട്ട് സ്വർണ്ണ നിറത്തിലുള്ള വെർജിൻ മേരിയുടെ സ്റ്റാച്യു ഉണ്ട്. ഇതിൽ നിന്നാണ് മരിയൻ പ്ലാറ്റ്സ് എന്ന പേര് വന്നത്. 1972 ഒളിമ്പിക് ഗെയിംസിന്റെ സമയത്ത് ഈ പരിസരം ഒരു കാർ ഫ്രീ പെഡസ്ട്രിയൻ സോണായി രൂപാന്തരപ്പെട്ടു. ഈ കാണുന്നതാണ് നോയസ് റട്ട് ഹൗസ് അഥവാ ന്യൂ ടൗൺ ഹാൾ. ഫുട്ബോൾ ഫാൻസിനൊക്കെ ഒരുപക്ഷെ നല്ല ഫെമിലിയർ ആയിട്ടുള്ളൊരു സ്ഥലമായിരിക്കും ഇത്. പ്രശസ്ത ഫുട്ബോൾ ക്ലബ്ബായ FC ബയൺ മ്യൂണിക്കിൻ്റെ ചാമ്പ്യൻഷിപ്പ് സെലിബ്രേഷനൊക്കെ നടക്കുന്നത് ഇവിടെ വെച്ചാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു പെഡസ്ട്രിയൻ സ്ട്രീറ്റ് ആയതുകൊണ്ട് വെറുതെ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കാൻ തന്നെ ഒരു രസമാണ്. സെൻട്രൽ സ്ക്വയറിന് അടുത്തായി തന്നെയാണ് ഫ്രോവൻ കിർഷി. ട്വിൻ ടവേഴ്സ് ഉള്ള ഈ ചേർച്ചാണ് മരിയൻ പ്ലാറ്റ്സിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ. ഏകദേശം 100 മീറ്ററോളം വരും ഈ ടവറുകളുടെ ഉയരം. 2004 പാസാക്കിയ ഒരു നിയമമനുസരിച്ച് മ്യൂണിക് സിറ്റിക്കുള്ളിൽ ഈ ടവറുകളേക്കാൾ ഉയരത്തിൽ ഒരു കെട്ടിടവും നിർമ്മിക്കാൻ പാടില്ല. പിന്നീട് പോയത് ഇവിടുത്തെ വിക്ടോറിയൻ മാർക്കറ്റിലേക്കാണ്. ഇത് ഏകദേശം 200-ലേറെ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഒരു ഫാമേഴ്സ് മാർക്കറ്റാണ്. ഞങ്ങൾ ചെന്നതൊരു ഞായറാഴ്ച ആയതുകൊണ്ട് മാർക്കറ്റ് അവധിയായിരുന്നു. ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ ഈ കാണുന്ന ബിയർ ഗാർട്ടനാണ്. ബവേരിയ എന്ന സ്റ്റേറ്റിലാണ് മ്യൂണിക് സിറ്റി ഉള്ളത്. ബവേരിയൻ കൾച്ചറിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ഈ ബിയർ ഗാർഡൻസ്. ആളുകൾക്ക് ഒത്തുകൂടാനും സ്വറ പറഞ്ഞിരിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു സംവിധാനം. മ്യൂണിക്കിലുടനീളം പ്രശസ്തമായിട്ടുള്ള ഒരുപാട് ബിയർ ഗാർഡൻസ് ഉണ്ട്. മാസ് എന്ന് പറയുന്ന 1 ലിറ്റർ വരുന്ന മഗ്ഗിലാണ് സാധാരണയായി ബിയർ ലഭിക്കുന്നത്. ബിയർ എന്നത് ജർമ്മൻകാർക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ്.
അതിനായി ലോകപ്രശസ്തമായ ഒരു ആഘോഷം തന്നെ ഉണ്ട് ഇവിടെ. ആ ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ മ്യൂണിക്കിലെത്തിയത്. സന്ധ്യ ആയതോടെ ഇന്നത്തെ പരിപാടികളൊക്കെ മതിയാക്കി ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു. നാളെ ലോകത്തിലെ ഏറ്റവും വലിയ ഫോക്ക് ഫെസ്റ്റിവലും ഏറ്റവും ഗ്രാൻഡായ ബിയർ ഫെസ്റ്റിവലും ആയ ഒക്ടോബർ ഫെസ്റ്റ് കാണാനാണ് പ്ലാൻ. അതിൻ്റെ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ.